Hi friends, welcome to Inline English classes. Yes, today we discuss the sentence. Yes, you know, why do we discuss it? എന്താ നമ്മൾ the sentence ചർച്ച ചെയ്യാൻ കാരണം എന്താ? നിങ്ങൾക്കറിയാം, you know, English is a language. In a language, or we use language for what? Why do we use a language? See, എന്തിനാ നമ്മൾ ഭാഷ ഉപയോഗിക്കുക? See, what is this? This is a conversation. That means a language is for communicating ideas. Ready അല്ലേ? ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ or expressing ideas. ഒരു ആശയങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കാൻ നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കും. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്താ പറയാ? ഡിസ്കോഴ്സ് എന്നാ പറയാം. അതായത് വ്യവഹാരം നമ്മൾ മലയാളത്തിൽ പറയും. എന്തിനാണ് അത് പറഞ്ഞത്? എന്തിനാണ് ഈ വ്യവഹാരമാണ് യഥാർത്ഥത്തിൽ ഭാഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്കോഴ്സ് ആണ് നമ്മൾ ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഈ ലാംഗ്വേജ് ഈ ഡിസ്കോഴ്സുകൾ ഉണ്ടാവുക? കുറെ മീനിങ് ആയ യൂണിറ്റുകൾ ചേർന്നിട്ടാണ്. നോക്കണേ, ഇതാ നമ്മൾ ഈ കോൺവെർസേഷൻ നോക്ക്. കോൺവെർസേഷൻ ആ തരത്തിലുള്ള ഡിസ്കോഴ്സ് ആണ്. എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ഒരുപാട് മീനിങ് ആയ യൂണിറ്റുകൾ ചേർന്നിട്ടാണ്. അങ്ങനെയല്ലേ? റെഡി അല്ലേ? നമുക്കൊന്ന് വായിച്ചു വെക്കാതൊന്ന്. നേഹ, ഹായ് നേഹ, ഗുഡ് മോർണിംഗ്. നേഹ, ഹായ്, ഗുഡ് മോർണിംഗ്. Where are you going now? I am going to school. To school. Do you have a special class today? I haven't any class, but I want to be a part of a social work program by NSS volunteers. Social work? Do all the volunteers participate in it? No, only selected ones. All were not trained for it. Nice, then you were selected and trained. How lucky you are. Thank God, I am very happy to help the poor. Right, when do you have to reach school? At 9 o'clock. Shall I leave? Yeah. Please reach there in time. Don't be late. Okay, see you. Bye. നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, please listen, please. You see the meaningful units here, just like where are you going now? I am going to school. Do you have a special class today? But I haven't any class, but I want to be the part of this one. You please read it again. And you see, I think you have read it. വായിച്ചിട്ടുണ്ടാവും. നോക്കണേ, പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഈച്ച് മേക്ക് കംപ്ലീറ്റ് സെൻസ്. അതിലെ ഓരോ യൂണിറ്റും ആ സംഗതികൾ എന്ത് ചെയ്യുന്നുണ്ട്? പൂർണ്ണമായ ആശയം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സോ ദേ ആർ സെന്റൻസസ്. യു നോ ദാറ്റ്. അപ്പൊ എന്താ സെന്റൻസ് എന്ന് പറഞ്ഞാല്? A sentence is a group of words which makes complete sense. നല്ലോണം ശ്രദ്ധിക്കണം. എന്താണ് സെന്റൻസ്? വാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായ ആശയം കാണിക്കുന്ന ഒരു വാക്കുകളുടെ കൂട്ടത്തെയാണ് എന്ത് നമ്മൾ പറയാ? സെന്റൻസ് എന്ന് പറയാം. ഈ സെന്റൻസുകൾ കൂടിയിട്ടാണ് എന്തുണ്ടാവുക? ഡിസ്കോഴ്സ് ഉണ്ടാവുക. ഡിസ്കോഴ്സ് ആണ് ഭാഷ എന്ന് പറഞ്ഞത്. അതിന് വേണ്ടി അത് പറഞ്ഞത്. റെഡി അല്ലേ? ഇനി നോക്കണേ, നമ്മൾ ശ്രദ്ധിക്കേണ്ട മുകളിലുള്ള എല്ലാ സെന്റൻസുകളും ആർ ഓൾ ദി അബവ് സെന്റൻസ് ഓഫ് സെയിം ടൈപ്സ്. ഒക്കെ ഒരേ ടൈപ്പാണോ? ഒരേ വിഭാഗത്തിൽപ്പെട്ടതാണോ? ഒരേ ഇനങ്ങളാണോ? എല്ലാം. നൗ സീ വാട്ട് സെൻസ് ഡു ദേ മേക്ക്? അത് എന്ത് ആശയ കൈമാറുന്നത്? ഹൗ ഡു ദേ ബിഗിൻ? ഹൗ വാട്ട് ഡു ദേ എൻഡ് വിത്ത്? എങ്ങനെ തുടങ്ങുന്നത്, എങ്ങനെയാണ് അവസാനിക്കുന്നത്? നമുക്ക് നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ സെന്റൻസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. റെഡി അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ്, അതെന്ത് സെൻസാ കാണിക്കുന്നത്, അതെങ്ങനെയാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് അവസാനിക്കുന്നത്, എന്തുമല്ലാണ് അവസാനിക്കുന്നത്. റെഡി അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ സെന്റൻസുകൾ അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസുകളാണ്. നമ്മൾ ഒരു വട്ടം സെന്റൻസ് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടാണ് അതിന്മേൽ ഒരുപാട് ഉദാഹരണം പറഞ്ഞ നേരം കളയാത്ത നമ്മൾ ക്ലാസ്സുകൾ കേട്ടതുകൊണ്ട്. റെഡി അല്ലേ? എന്താ അസർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ? എ സെന്റൻസ് ദാറ്റ് മേക്സ് എ സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ് an assertive or declarative sentence. ക്ലിയർ ആണുള്ള ഒരു പ്രസ്താവന നടത്തുന്ന സെന്റൻസ് ആണ് അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഉദാഹരണങ്ങൾ നോക്ക്. കുറെ ഉദാഹരണം നമുക്ക് അതിലുണ്ട്, നമ്മൾ ആ കോൺവെർസേഷനിലുണ്ട്. അതുകൊണ്ടാണ് ബാക്കി കുറച്ച് ഉദാഹരണങ്ങൾ. അനു ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ്. കേരള ഈസ് അവർ സ്റ്റേറ്റ്. ദേ ആർ നോട്ട് സ്റ്റുഡൻസ്. ഹി സെൽഡം കംസ് ലേറ്റ്. ഇതൊക്കെ അസർട്ടീവ് ആണ്. ഇതൊക്കെ ഒരു മിയർ പ്രസ്താവനകളാണ്. അതുകൊണ്ടാണ് അസർട്ടീവ് ആയത്. ഇപ്പൊ എങ്ങനെ നമ്മളത് മനസ്സിലാക്കുക അസർട്ടീവ് ആണെന്നുള്ളത്? അതിന്റെ അർത്ഥം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അതുപോലെ തുടങ്ങുന്ന ഒരു നൗൺ ഫ്രേസ് കൊണ്ടായിരിക്കും. അതാണ് സബ്ജക്റ്റ്. അതിന്റെ തൊട്ട് ഒന്ന് വെർബ് ഫ്രേസ് ഉണ്ടാവും. വരെ പ്രെഡിക്കേറ്റ് എന്ന് പറയും. 9ാം ക്ലാസ് വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്.
ദ എൻഡ് വിത്ത് ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പിലാണ് അവസാനം. നോക്കണേ, അനു ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ്. അനു ആണ് ഇവിടെ സബ്ജക്റ്റ്. അവൻ എന്ത് കിട്ടിയാലും അവർക്ക് എന്ത് കിട്ടിയെന്നാണ്? ഫസ്റ്റ് പ്രൈസ് കിട്ടി. അതാണ് പ്രെഡിക്കറ്റ്. ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ് ആണ് പ്രെഡിക്കറ്റ്. കേരള ഇസ് അവർ സ്റ്റേറ്റ്. കേരള ആണ് സബ്ജക്റ്റ്. ചെയ്ത ആള് അല്ലെങ്കിൽ ആരെ കുറിച്ച് പറയുന്നു അതാണ് ഏത് സബ്ജക്റ്റ്. എന്താണോ പറയുന്നത് അതാണ് എന്ത്? പ്രെഡിക്കറ്റ്. റെഡി അല്ലേ? അപ്പൊ സബ്ജക്റ്റ് ഒന്നും ചെയ്ത ആളായിരിക്കും, അല്ലെങ്കിൽ അത് പൊസസ് ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഒരു അവസ്ഥ പറയുന്ന ഒരാളായിരിക്കും. പ്രെഡിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റിന്റെ അവസ്ഥയോ അത് ചെയ്തൊരു ആക്ഷനോ അല്ലെങ്കിൽ അത് പൊസസ് ചെയ്യുന്ന കാര്യമോ പറയുന്നതായിരിക്കും പ്രെഡിക്കറ്റ്. റെഡി അല്ലേ? ശ്രദ്ധിക്കണം. അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ അവസാനം എക്സസൈസ് ചെയ്യാനുണ്ട്. ശ്രദ്ധിക്കണം. വെർബ് വരെയുള്ളത് സബ്ജക്റ്റും വെർബ് കൊണ്ട് തുടങ്ങുന്നത് പ്രെഡിക്കറ്റുമാണ്. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇവിടെ ഗോട്ടാണ്. ഇപ്പൊ അനു എന്നത് സബ്ജക്റ്റും ഗോട്ട് കൊണ്ട് തുടങ്ങുന്നത് പ്രെഡിക്കറ്റ് ആണ്. കേരള എന്ന സബ്ജക്റ്റ് ആണ്. ഈസ് ആണ് ഒരു വെർബ്. ഈസ് ഓഫ് സ്റ്റേറ്റ് പ്രെഡിക്കറ്റ് ആണ്. ദേ ആർ, ഇതിൽ ആറാണ് വെർബ്. അപ്പം ദേ സബ്ജക്റ്റും ആർ നോട്ട് സ്റ്റുഡൻസ് പ്രെഡിക്കറ്റ് ആണ്. ഇവിടെ ഹി സെൽഡം കംസ്. ഈ സെൽഡം നേരത്തെ കംസിന്റെ കൂടെ വരുന്നതാണ്, നമുക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് ഹി സബ്ജക്റ്റ് ആണ്. സെൽഡം കംസ് ലേറ്റ് ആണ് എന്തായിട്ട് നമുക്ക് വരിക? പ്രെഡിക്കറ്റ് ആയിട്ട് വരിക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില അഡ്വേർബുകൾ നമുക്ക് വെർബിന് മുമ്പിൽ ഉപയോഗിക്കാം, പക്ഷെ വെർബിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂട്ടേണ്ടത്. അത് റെഡി അല്ലേ? ഓക്കെ, റൈറ്റ്. അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി ആണ് സെൽഡം. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് തലക്കൽ വെച്ചത്. ഓക്കെ, റെഡി? യെസ്. Now next one is assertive. Assertive declarative. We have seen that. Here we can see assertive declarative can be of two types. രണ്ട് സൈസ് ഉണ്ട് അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ്. നമുക്ക് രണ്ടായിട്ടിരിക്കാം. ഒന്ന് അഫർമേറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. രണ്ടാമത്തത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് സെന്റൻസ് ആണ്. എന്താ അഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ? സെന്റൻസസ് വിച്ച് സ്റ്റേറ്റ് പോസിറ്റീവ് ഫാക്ട്സ് ആർ കോൾഡ് അഫർമേറ്റീവ് ഓർ പോസിറ്റീവ് സെന്റൻസ്. മനസ്സിലായിട്ടുണ്ടാവില്ല മക്കൾക്ക്? ഉണ്ട്, ചെയ്യുന്നു എന്ന് കാണിക്കുന്ന സെന്റൻസ് ആണ് ഏത്? അഫർമേറ്റീവ്. നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിൽ അനു ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ്. അനുവിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അത് അഫേം ചെയ്യാണ്. അതേപോലെ തന്നെ കേരള ഇസ് ആ സ്റ്റേറ്റ്. കേരളം നമ്മുടെ സ്റ്റേറ്റ് ആണ്. അതും അഫേം ചെയ്യാണ്. ഇവിടെ നോക്ക്, സെന്റൻസസ് ദാറ്റ് എക്സ്പ്രസ് നെഗറ്റീവ് ഐഡിയാസ് ആർ കോൾഡ് നെഗറ്റീവ് സെന്റൻസ്. നെഗറ്റീവ് ഒരാശയം കാണിക്കുന്നതിനെയാണ് നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയാം. നോക്ക്, ദേ ആർ നോട്ട് സ്റ്റുഡൻസ്. കുട്ടികൾ വിദ്യാർത്ഥികൾ അല്ല. അതുപോലെ തന്നെ ഹി സെൽഡം കംസ് ലേറ്റ്. അവന് താമസിച്ച് വരാറില്ല. അപ്പൊ ഇല്ല എന്ന സെൻസ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് നെഗറ്റീവ് ആണ്. ക്ലിയർ അല്ലേ മക്കളെ? രണ്ടാമത്തെ ഭാഗം ഇൻട്രോഗേറ്റീവ് ആണ്. എന്താ ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ? ഇൻട്രോഗേറ്റീവ് രണ്ട് സൈസ്. ഇൻട്രോഗേറ്റീവ് ചോദ്യങ്ങൾ നമുക്കറിയാം. ഇൻട്രോഗേറ്റീവ് രണ്ട് സൈസ് ഉണ്ട്. ഒന്ന് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഡബ്ല്യു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ എസ്വർണോ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നല്ലോണം ശ്രദ്ധിക്കണേ. ചോദ്യങ്ങളാണ് ഇൻട്രോഗേറ്റീവ്. നമുക്ക് അത് അറിയാം. അത് രണ്ടായിട്ടും തിരിക്കാൻ പറ്റും. റെഡിയല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? എ ക്വസ്റ്റ്യൻ ദാറ്റ് ബിഗിൻസ് വിത്ത് എ ക്വസ്റ്റ്യൻ വേർഡ്. ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ആണ് ഡബ്ല്യു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ നമുക്കറിയാം. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡുകൾ? വൈ, ഹൂ, ഹൂസ്, ഹൂം, വാട്ട്, വെൻ, വിച്ച്, വേർ, ഹൗ, ഹൗ മെനി, ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ ഓഫൺ. ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇതിന്റെ ഓരോ ഉപയോഗം വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. നമുക്ക് പിന്നെ വീഡിയോ കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി. അറിയാം, ജസ്റ്റ് ഒന്ന് പറയാം. വൈ റീസൺ ആണ്. ഹൂ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആയ പേഴ്സൺ ചോദിക്കാനാണ്. ഹൂസ് പൊസിഷൻ ആണ്. ഹൂ എന്നുള്ളത് ഒബ്ജക്റ്റ് ആയ പേഴ്സണെ കാണിക്കാനാണ്. വാട്ട് ഒന്നുകിൽ ജോലിയാവാം, അതല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചാവാം. വെൻ ടൈം, വിച്ച് സിലക്ഷൻ, വേർ പ്ലേസ്, ഹൗ മാനർ, ഹൗ മെനി നമ്പർ, ഹൗ ലോങ് ഡ്യൂറേഷൻ, ഹൗ ഫാർ ഡിസ്റ്റൻസ്, ഹൗ ഓഫൺ, ഫ്രീക്വൻസി. ഇതിനെ നമ്മൾ ഉപയോഗിക്കുക. വിശദമായിട്ടും ചർച്ച ചെയ്യാം. ഇപ്പൊ ഈ വാക്കുകളാണ് ക്വസ്റ്റ്യൻ വേർഡുകൾ. അറിയാം നിങ്ങൾക്ക്. ഇനി അടുത്തത് ഉദാഹരണം നോക്ക്. വാട്ട്സ് യുവർ നെയിം. അതുപോലെ വേർ ആർ യു ഫ്രം. തുടങ്ങുന്നത് ഡബ്ല്യു കൊണ്ടാണ്, അവസാനിക്കുന്നത് ക്വസ്റ്റ്യൻ വേർഡിലാണ്, ക്വസ്റ്റ്യൻ മാർക്കിലാണ്. ഇനി എന്താ എസ്വർണ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? എസ്വർണ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ബിഗിൻസ് വിത്ത് ആൻ ഓക്സിലറി. ഓക്സിലറി കൊണ്ട് തുടങ്ങുന്നതാണ്. അതിന്റെ ഉത്തരം എന്താവും ചെയ്യും? എസ് ഓർ നോയാണ് ഡിമാൻഡ് ചെയ്യുക. റെഡി അല്ലേ? ഓക്കെ. Now see that examples. Can you sing? Are you busy now? Clear ആയില്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായി. ഇങ്ങനെ പതിപ്പിച്ച് കൊണ്ടുപോകണം, പ്രിന്റ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. റെഡി അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ഓക്സിലറി? ഓക്സിലറി തുടങ്ങാന്ന് പറഞ്ഞു. ഏതൊക്കെ ഓക്സിലറി? ഒന്ന് ഈസിന്റെ കുടുംബക്കാർ. ആരൊക്കെ ഈസിന്റെ കുടുംബക്കാർ? ഈസ്, മാറ്, വാസു വേറാണ്. ഹാവിന്റെ കുടുംബക്കാരാണ് വേറെ. അത് ഏതൊക്കെയാണ്? ഹാവ്, ഹാസ്, ഹാഡ് ആണ്. ഡൂന്റെ കുടുംബക്കാർ ഡു, ഡസ്, ഡിഡ്. ഷാൾ മോഡൽ ഓക്സിലറീസ്. ഷാൾ, ഷുഡ്, വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ought to.
സെമി മോഡൽസ് ആണ് നീഡ്, ഡയർ, യൂസ്ഡ് ടു. അങ്ങനെ 24 ഓക്സിലറീസ് ആണ് ഇപ്പൊ പഠിക്കാൻ എളുപ്പമാണ്. ഈസ് ആർ വാസ് വർ, ഹാവ് ഹാസ് ഹാഡ്, ഡു ഡസ് ഡിഡ്, ഷാൾ ഷുഡ് വിൽ വുഡ് ക്യാൻ കുഡ് മേ മൈറ്റ് മസ്റ്റ് ഓട്ട് ടു നീഡ് ഡയർ യൂസ്ഡ് ടു. ഇതൊക്കെ നമ്മൾ എക്സ്റ്റർണൽ ക്വസ്റ്റ്യൻ വേറെ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കാം നിങ്ങളൊക്കെ. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ? റൈറ്റ്. ഇപ്പം എന്താണ് ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്താണ്. ഇൻട്രോഗേറ്റീവ് രണ്ട് സൈസ് ഉണ്ട് നമുക്ക്. എന്താ ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ സെന്റൻസസ് ദാറ്റ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആർ കോൾഡ് ഇൻട്രോഗേറ്റീവ് സെന്റൻസസ്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ രണ്ട് സൈസാണുള്ളത്. അവ എന്താ ചെയ്യുക? മേക്ക് ക്വസ്റ്റ്യൻസ്, ചോദ്യം ചോദിക്കുക ചെയ്യുക. ദ ബിഗിൻ വിത്ത് എ ക്വസ്റ്റ്യൻ വേർഡ് ഓർ ആൻ ഓക്സിലറി, ദ എൻഡ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. സംശയങ്ങളൊന്നുമില്ലല്ലോ? അത് പറഞ്ഞത് ഇത് രണ്ടും മനസ്സിലാക്കി തരാനാണ്. ഒന്നുകിൽ അവർ തുടങ്ങുന്നത് ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓക്സിലറി കൊണ്ടായിരിക്കും. എല്ലാം നമ്മൾ കണ്ടു. അത് അവസാനിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ടായിരിക്കും. റെഡി അല്ലേ? രണ്ട് സൈസാണ് നമ്മൾ മനസ്സിലാക്കി. എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഹു ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ്, വിച്ച് ഈസ് അവർ സ്റ്റേറ്റ്, ആർ ദേ സ്റ്റുഡൻസ്, ഡസ് ഹി കം ലേറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ. അങ്ങനെ രണ്ട് വിഭാഗം നമുക്ക് നല്ല വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. Now let us move on to imperative. എന്താ imperative എന്ന് പറഞ്ഞാൽ a sentence that expresses command, order or request is called imperative. command, order or request കാണിക്കുന്നതാണ് ഇത് imperative. റെഡി അല്ലേ? ചിലപ്പോൾ അത് ഇൻസ്ട്രക്ട് ഉണ്ടാവാം, അഡ്വൈസ് ഉണ്ടാവാം, പ്രെയർ ഉണ്ടാവാം, വിഷ്വൽ റിക്വസ്റ്റ് ഒക്കെ അത് കാണിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അത് തുടങ്ങുന്നത് വെർബ് ഉണ്ടായിരിക്കും. പ്രധാന ഭാഗം വെർബ് ആയിരിക്കും, V1 ആയിരിക്കും. ദ എൻഡ് വിത്ത് ഫുൾ സ്റ്റോപ്പ്, ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുക. നോക്കണേ. ഓപ്പൺ ദ ഡോർ. റെഡി അല്ലേ? അതേപോലെ ഡോണ്ട് ടെൽ ലൈസ്, വാതിൽ തുറക്കൂ, കളവ് പറയരുത്. പ്ലീസ് ടേക്ക് എ ബുക്ക്, പ്ലീസ് ഗോ ഔട്ട്, ഇങ്ങനെ ബുക്ക് എടുത്തോളൂ. അതേപോലെ തന്നെ ദയവായി പുറത്തു പോകും. ഇതൊക്കെ മറ്റൊരാളോട് നമ്മൾ പറയണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആദ്യം തന്നെ നമ്മൾ സബ്ജക്ട് പറയേണ്ടതില്ല, കാരണം സബ്ജക്ട് നീയാണെന്നുള്ളത് യു അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ നമ്മൾ പറയേണ്ടതില്ല. ഓക്കെ അല്ലേ? നോ last one is exclamatory. A sentence that expresses strong emotion and feeling is called exclamatory. Clear ആണല്ലോ? ഒരു ശക്തമായ വികാരം, അല്ലെങ്കിൽ ശക്തമായ പിന്നെ ഒരു വികാരം എന്ന് പറയുന്നത് എക്സൈറ്റ്മെന്റ് ആവാം, പലതും ആവാം, എംബാരസ്മെന്റ് എന്തും ആവാം. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം കാണിക്കുന്നതാണ് ഏത്? എക്സ്ക്ലമേറ്ററി. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഒരു നല്ലൊരു അത്ഭുതം ഒക്കെ കാണിക്കാൻ നമുക്കത് ഉപയോഗിക്കും. റെഡി അല്ലേ? അതെങ്ങനെ മനസ്സിലാക്കുക? എക്സ്പ്രസ് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ്. The begin with a question word. Question word കൊണ്ടാ തുടങ്ങുക. യൂഷ്വലി വാട്ട് ആൻഡ് ഹൗ. സാധാരണഗതിയിൽ വാട്ട്, ഹൗ ഉണ്ടാവുക. പിന്നെ the end with an exclamation mark. ഇതിലാണ് അവസാനിക്കുക. എക്സ്ക്ലമേഷൻ മാർക്കാണ് അവസാനിക്കുക. നോക്കേ. വാട്ട് എ ഗുഡ് ഐഡിയ. വാട്ട് നമുക്കറിയാം ക്വസ്റ്റ്യൻ വേർഡ് ആണ്. അതിനുശേഷം നോൺ ഫ്രേസ് ആ വന്നത്, അത് ശ്രദ്ധിച്ചോളൂ വേണ്ടിയിട്ടാണ്. ഹൗ ക്ലെവർ യു ആർ. ഹൗ നമുക്കറിയാം ക്വസ്റ്റ്യൻ വേർഡ് അതിന് ശേഷം അഡ്ജക്റ്റീവ് ആണ് വന്നത്. ഹൗ ഹോട്ട് അഡ്ജക്റ്റീവ് ആണ് ഹൗവിന് ശേഷം. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫെയ്ത്ത്ഫുൾ ആനിമൽ എ ഡോഗ് ഈസ്. ഇവിടെ അതേപോലെ വാട്ടിന് ശേഷം ഏത് വന്നു? ഒരു നോൺ ഫ്രേസ് വന്നു. ക്ലിയർ അല്ലേ? എന്തൊരു നല്ല ആശയം, എത്ര സമർത്ഥനാണ് നീ. അതുപോലെ തന്നെ എന്തൊരു ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ആ കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ പട്ടി എത്ര വിശ്വസ്തനായ, എന്തൊരു വിശ്വസ്തനായ ആരാണ്? മൃഗാണ്. റെഡി അല്ലേ? അപ്പൊ എന്തായാലും ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? 4 ഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്ന് ഒറ്റ ഗ്ലാൻസിൽ നോക്കുക. സെന്റൻസ് നമുക്ക് 4ആയി തിരിക്കാം. അസർട്ടീവ്, ഇൻട്രോഗേറ്റീവ്, ഇമ്പറേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി. ക്ലിയർ അല്ലേ? അസർട്ടീവിന് 2ആയി തിരിക്കാം. അഫർമേറ്റീവ്, നെഗറ്റീവ്. ഇൻട്രോഗേറ്റീവിന് 2ആയി തിരിക്കാം. എസ് ഓർ നോ ആൻഡ് പ്രിവിലേജ് ക്വസ്റ്റ്യൻ. ഇമ്പറേറ്റീവിന് 2ആയി തിരിക്കാം. കമാൻഡ്, റിക്വസ്റ്റ്. എക്സ്ക്ലമേറ്ററിക്ക് വിഭാഗങ്ങളില്ല. ഇത് നല്ലോണം ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. ഇപ്പൊ ഇനി നമുക്ക് അതിലെ ആദ്യത്തെ അസൈൻമെന്റ് ചെയ്യാം. നല്ലോണം വായിച്ചു നോക്കുക. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് സെന്റൻസസ്. ഏത് സൈസ് സെന്റൻസ് ഓരോന്നും കണ്ടെത്തുകയാണ്. കണ്ടെത്താനുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്തുകൊണ്ട് തുടങ്ങുന്നു നോക്കണം, എന്തിന് അവസാനിക്കും നോക്കണം, അതിന്റെ സെൻസ് എന്താ നോക്കണം. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗോ ടു യുവർ കമ്പനി സ്റ്റോർ ടുമോറോ. തുടങ്ങുന്നത് എന്തുകൊണ്ടാ? ഗോ എന്നുള്ള വാക്കുണ്ട്. എന്താ ഗോ എന്ന് പറഞ്ഞാല് V1 ആണ്, വേർബാണ്. വേർബ് കൊണ്ട് തുടങ്ങുന്നത് ഏതാ? നമുക്കറിയാം, ഇമ്പറേറ്റീവ് ആണ്. ഹിമാക്കാസ് വൈഫ് ഹാഡ് എ സ്ലിപ്പ് ഡിസ്ക്. ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നത്, തുടങ്ങുന്നത് നോൺ ഫ്രേസ് കൊണ്ടാണ്. അപ്പൊ സബ്ജക്റ്റും പ്രെഡിക്കറ്റും ഉണ്ട്. അപ്പൊ എന്തായിരിക്കും അത്? അസർട്ടീവ് ആണ്. ഈസ് ഓക്കെ നൗ. ഈസ് നമുക്കറിയാം ഓക്സിലറി ആണ്. അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പൊ അത് എന്താണ്? ഇൻട്രോഗേറ്റീവ് ആണ്. എന്ത് ഇൻട്രോഗേറ്റീവ് ആണ്? എസ് ഓർ നോ. ഇറ്റ് ഈസ് എ എസ് ഓർ നോ ക്വസ്റ്റ്യൻ. റെഡി അല്ലേ? സർജറി മെയ്ഡ് ഇറ്റ് വേഴ്സ്.
സർജറി നൗൺ ഫ്രേസ് ആണ്, മെയ്ഡ് വെർബ് ആണ്, അതായത് പ്രെഡിക്കറ്റ് ഉണ്ട്. ഇപ്പൊ എന്താ സാധനത്? അസർട്ടീവ് ആണ്. വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു? പറഞ്ഞോളൂ. വാട്ട് WH ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്, അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഇപ്പൊ ഇൻട്രോഗേറ്റീവ് ആണ്, മാത്രമല്ല WH ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം. ഡോണ്ട് എവർ തിങ്ക് അബൌട്ട് സർജറി. ഡോണ്ട് ഡു എന്നുള്ളത് നമുക്കറിയാം, വെർബിന്റെ V1 ആണ്. അതേപോലെ അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലാണ്. ഇതെന്തായിരുന്നു സാധനം? ഇപ്പോ ഇമ്പറേറ്റീവ് ആണ്. ഹൗ പെയിൻഫുൾ ഇറ്റ് ഈസ്. ഹൗ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്, അതിന്റെ അവസാനം എക്സ്ക്ലമേറ്ററി മാർക്കാണ്. അതെന്താ സാധനം? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അറിയാം മക്കളെ, ക്ലിയർ അല്ലേ? അപ്പോ അതാദ്യം എഴുതുക, എന്നിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. ക്ലിയർ ആണല്ലോ? നൗ you can see this one, assertives these two, interrogatives these two, and imperatives these two, and one exclamatory. Clear ആയല്ലോ? ഇനി നമുക്കതിൽ സാറ് തന്ന നമുക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും അതുപോലത്തെ WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ്. ശ്രദ്ധിക്കേണ്ട ആ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. നോ ദേ ആർ പ്ലാനിങ് സംതിങ് ഡിഫറെന്റ് ദിസ് ടൈം എന്നാണ് ഉത്തരം കിട്ടേണ്ടത്. അപ്പൊ മക്കൾ ചെയ്യേണ്ടത് എസ് ഓർ നോ ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യുക, ഇതിൽ ഓക്സിലറി തലത്തേക്ക് വെച്ചാൽ മതി. റെഡി അല്ലേ? പക്ഷെ ഇപ്പോൾ പ്രശ്നമുണ്ട്, നോ എന്ന ഉത്തരം മാത്രമല്ല സംതിങ് ഡിഫറെന്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും. അങ്ങനെ ഉത്തരത്തിന്റെ അർത്ഥം എന്താ? അവർ ഇപ്രാവശ്യം വ്യത്യസ്തമായ എന്തോ ആണ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ്. അപ്പൊ എന്താ അവിടെ ചോദിക്കേണ്ടാവുക? ആർ ദേ പ്ലാനിങ് ദ സെയിം തിങ് ദിസ് ടൈം എന്നാണ് നല്ലത്. ഇപ്രാവശ്യം അവർ നേരത്തെ അതേ സാധനമാണോ ചെയ്യുന്നതെന്നാണ് അർത്ഥം വരുന്നത്. റെഡി അല്ലേ? അടുത്തത്, ഐ ഹാവ് നെവർ ട്രാവൽഡ് ത്രൂ എ ജംഗിൾ. ഇവിടെ ശ്രദ്ധിക്കണേ, സംതിങ് വരുമ്പോൾ എനിത്തിങ് ആവും, പക്ഷെ ഇവിടെ നോ ആയിട്ട് മാറ്റാൻ വേണ്ടി വരുന്നതുകൊണ്ട് സെയിം തിങ് ആക്കുക കേട്ടോ. ശ്രദ്ധിക്കണേ. ഐ ഹാവ് നെവർ ട്രാവൽഡ് ത്രൂ എ ജംഗിൾ. ശ്രദ്ധിക്കണം, നെവർ എന്ന് ഉത്തരത്തിൽ ഉണ്ടായാൽ നമ്മൾ എവർ എന്നാണ് ചോദ്യത്തിൽ വരേണ്ടത്. നീ എപ്പോഴെങ്കിലും ജംഗിളിലൂടെ പോയിട്ടുണ്ടോ എന്ന് ചോദ്യം ഉണ്ടായാൽ മതി. നേരത്തെ പറഞ്ഞ മാതിരി ഹാവ് തലത്തിൽ കൊണ്ടൊരു ഹാവ് ആയി. ഇനി ഐന്ന് ഉത്തരം കിട്ടണ യു ആയിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെ വരിക? ഹാവ് യു എവർ ട്രാവൽഡ് ത്രൂ എ ജംഗിൾ? ഹി വാസ് സ്കോൾഡിംഗ് ദ പബ്ലിക് വെൻ ഐ റീച്ച്ഡ് ദ. വാസ് തലത്തിൽ കൊണ്ടുവന്നോളൂ. വാസ് ഹി സ്കോൾഡിംഗ് ദ പബ്ലിക് വെൻ, സെൻസിബിൾ ആക്കി യു ആക്കിയ നന്നാവും. വെൻ യു റീച്ച്ഡ് ദ. ഇറ്റ് ഈസ് സ്നോയിങ് മതിക്കോളൂ. ഈസ് ഇറ്റ് സ്നോയിങ്? അടുത്തത്, ഹി ക്യാൻ സ്പീക്ക് ജർമ്മൻ. ക്യാൻ കൊണ്ടെന്നാ അറിയാം. ക്യാൻ ഹി സ്പീക്ക് ജർമ്മൻ? ക്ലിയർ ആണല്ലോ? ഒറ്റയ്ക്ക് എഴുതുക, എന്നിട്ട് ഉത്തരേറ്റ് ഒത്തു നോക്കണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, പിന്നെ വീണ്ടും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ തന്നെയാണ്, നമുക്കറിയാം. പറഞ്ഞോളൂ എങ്ങനെ വരിക? യെസ് ദേ കം ഹിയർ ഫ്രീക്വന്റ്ലി. ഇവിടെയുള്ള വ്യത്യാസം ഇവിടെ ഓക്സിലറി ഇല്ല എന്നുള്ളതാണ്. ഓക്സിലറി ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വെർബ് നോക്കിയിട്ട് വെർബ് V1 ആണെങ്കിൽ എസ് ഉണ്ടോ നോക്കുക. എസ് ഉണ്ടെങ്കിൽ ഡസ് ആണ്, എസ് ഇല്ലെങ്കിൽ ഡു ആണ്. ഇനി അതല്ല V2 ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ പാസ്റ്റ് ആയതും ഡിഡ് ആയതേണ്ടി വരും. ഇവിടെ കമ്മാണ്. കമ്മാകുമ്പോൾ നമുക്കറിയാം എസ് ഇല്ല, V1 ആണ്, അപ്പൊ നമ്മൾ ഡു കൊടുത്തു. അപ്പൊ എങ്ങനെ വരിക? ഡു ദേ കം ഹിയർ ഫ്രീക്വന്റ്ലി? ക്ലിയർ അല്ലേ? ഇനി ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. മെറ്റ് മീറ്റ് മെറ്റ് V2 ആണ്, അപ്പൊ ഏതാ വരിക? ഡിഡ് ആയതല്ലേ പറയും. ഡിഡ് യു മീറ്റ് ഹിം യെസ്റ്റർഡേ? അടുത്തത്, ദേ ലിവ്ഡ് ഹിയർ. വ്യക്തമാണ്, ലിവ്ഡ് ആവുമ്പോ ഏതാ? പാസ്റ്റ് ആണ്. പാസ്റ്റ് ആകുമ്പോ ഏതാ കണ്ടത്? നിങ്ങൾ പറഞ്ഞോളൂ. ഡിഡ് ആണ്. ഡിഡ് ദേ ലിവ് ഹിയർ ഫോർ എ ലോങ് ടൈം? വി പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. നോക്കിക്കോളൂ, പ്ലേ ഇല്ലേ? പ്ലേ എന്ന് പറഞ്ഞാൽ V1 അല്ലേ? V1 ആകുമ്പോ എസ് ഇല്ല, അപ്പൊ ഡു വെക്കണം. അപ്പൊ എങ്ങനെ വരാം? ഡു വി ക്രിക്കറ്റ് ഓർ ഡു ദേ ഡു യു എന്നാക്കിയാൽ മതി. നിങ്ങൾ കളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഞങ്ങൾ പറയാം, ഡു യു പ്ലേ ക്രിക്കറ്റ് എവറി ഡേ? ഇത് കോണ്ടക്സ്റ്റ് മാറ്റാനാട്ടോ. അടുത്തത്, ഷീ സ്പീക്സ് ഫ്ലുവന്റ് ഫ്രഞ്ച്. പറയും എസ് ഉണ്ട്, അപ്പൊ ഡസ് ആണ്. ഡസ് ഷീ സ്പീക്ക് ഫ്ലുവന്റ് ഫ്രഞ്ച്? ഇവിടെ ശ്രദ്ധിക്കണ്ട്, ഡസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഏത് ഉണ്ടാവുള്ളൂ? സ്പീക്ക് ഉണ്ടാവുള്ളൂ. ലിവ്ഡ് ഡിഡ് എടുത്തു കഴിഞ്ഞാൽ ലിവ് ഉണ്ടാവുള്ളൂ. മെറ്റിൽ ഡിഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മീറ്റേ ബാക്കി ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി ഡു ദേ മീറ്റ്, ഡു ദേ കം ഹിയർ ഫ്രീക്വന്റ്ലി? Did you meet him yesterday? Did they live here for a long time? Do we play cricket every day? Does she speak? ഇവിടെ വേണമെങ്കിൽ they ആക്കാം, കോണ്ടസ്റ്റിക്ക് മാറ്റണമെങ്കിൽ റെഡി അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ? നോ ഇനി അതിലുള്ളത് ഇതേപോലെ WH പ്രാക്ടീസ് ചെയ്യാൻ നമ്മളെ ബുക്കിൽ ഒരു ചോദ്യമുണ്ട്, നല്ലോണം ശ്രദ്ധിക്കുക. ഒറ്റയ്ക്ക് ചെയ്തു നോക്കുക. ചെയ്തതാണ്, ശ്രദ്ധിച്ച് ചെയ്യല്ലോ. മനസ്സിലാക്കി എങ്ങനെയാ നമ്മൾ ചെയ്യുക? ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് ഇതിൽ ഏതാണ് ഉത്തരം കിട്ടേണ്ട വാക്ക്? ഫ്രം ഹോളിവുഡ് ആണ്.
ഫ്രം ഹോളിവുഡ് എന്നാവുമ്പോ എന്താ സാധനം നോക്കി, എന്താ അത് സാധനം? പ്ലേസ് ആണ്. പ്ലേസ് ആകുമ്പോൾ നമ്മൾ മോള് പറഞ്ഞതിൽ ഏതാണ് അവിടെ ഷൂട്ടാവുക? വേറാണ്. അപ്പൊ ആ നമ്മൾ വേറ് വെച്ചിട്ട് നമ്മൾ നേരത്തെ എസ് ഓൺ ഉണ്ടാക്കിയതുപോലെ ചെയ്യാം. ലേൺഡ് ആണ് വേർബ്, അപ്പൊ നമ്മൾ ഡിഡ് വെക്കണം. റെഡി അല്ലേ? ഐന്ന് ഉത്തരം പറയും യു ആയിരിക്കും. പിന്നെ വരിക വേർ ഡിഡ് യു ലേൺ ഫിലിം ടെക്നോളജി എന്നായിരിക്കും ചോദ്യം വരിക. നമുക്ക് ഞാൻ ഒരു എളുപ്പപ്പടി പറഞ്ഞുതരാം. അതായത് നേരെ എസ് ഓർണം ഉണ്ടാക്കുക, അതിന്റെ മുമ്പ് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചാൽ മതി. ഐ ലേൺഡ് ഫിലിം എന്നാവുമ്പോ എങ്ങനെ വരിക? ഡിഡ് യു ലേൺ ഫിലിം ടെക്നോളജി എന്നാവും. അതിന് മുമ്പ് വേറെ വെച്ചാൽ മതി. പിന്നെ വേർ ഡിഡ് യു ലേൺ ഫിലിം ടെക്നോളജി. അപ്പൊ ഇവിടെ എങ്ങനെ വരിക? മൈ ഫ്രണ്ട് ഹിച്ച്കോക്ക് ഹെൽപ്ഡ് മീ. ഇവിടെ ആര് സഹായിച്ചു എന്നല്ലേ വേണ്ടത്? ഇപ്പൊ നമ്മൾ എന്താ വേണ്ടി വരിക? ഹെൽപ്ഡ് ആണ് വേർബ്. ഹെൽപ്ഡ് ആവുമ്പോ ഡിഡ് യുവർ ഫ്രണ്ട് ഹെൽപ്പ് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഹെൽപ്പ് യു ദേർ എന്നാവും. അതറിയാലോ എസ് ഓൺ ആവുമ്പോ. അതിന് ഹൂ വെക്ക്. അപ്പൊ അതിനാവുക ഹൂ. പിന്നെ എന്ത് വേണ്ട? യുവർ ഫ്രണ്ട് ആൽഫ്രഡ് ഹിച്ച്കോക്ക് വേണ്ട ഉത്തരമായതുകൊണ്ട്. അപ്പൊ അതിനെ വരിക ഹൂ ഡിഡ് ഹെൽപ്പ് യു ദേർ എന്നാവും. ഡിഡ് ഹെൽപ്പ് അടുത്ത് വരുമ്പോ ഹെൽപ്ഡ് ആവുമല്ലോ. അപ്പൊ അതിനാവുക ഹൂ ഹെൽപ്ഡ് യു ദേർ. അഡ്വഞ്ചേഴ്സ് ഓഫ് റിൻറ്റിൻ അട്രാക്റ്റഡ് മീ മോസ്റ്റ്. അപ്പൊ ചോദ്യം വരെ ഏതാ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്നാണ്. അപ്പൊ നമുക്ക് അതിനെ പറയേണ്ടി വരിക അട്രാക്റ്റഡ് ആകുമ്പോ ഡിഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് റിൻ അട്രാക്ട് യു എന്നാണ് വരിക. അത് മാറ്റി അട്രാക്ട് യു എന്നാണ് വരിക. അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ വാട്ട് വെക്ക്. ഇപ്പൊ എങ്ങനെ വരിക? വാട്ട്. ഇവിടെ ഈ പറഞ്ഞ മാതിരി സബ്ജക്റ്റും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വേർഡ് ഒന്നാകുമ്പോൾ നമുക്ക് വെർബ് ചേർത്ത് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ പറയാ വാട്ട് അട്രാക്റ്റഡ് യു ദ മോസ്റ്റ്. മൈ വിഷ് വാസ് ടു മേക്ക് എ ഫിലിം ദാറ്റ് ബീറ്റ് ഹോളിവുഡ്. മക്കളെല്ലാം ശ്രദ്ധിക്കണേ. ഞാൻ കൊറ്റക്കോലം ചെയ്തു. ഞാൻ ക്വസ്റ്റ്യൻ വേർഡ് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ എന്താണ് വിഷയം ചോദിക്കണം? വാട്ടായിരിക്കല്ലോ വേണ്ടി വരാൻ. ഒന്ന് ശ്രമിച്ചു നോക്കണം കേട്ടോ. അടുത്തത് ഐ ടുക്ക് സച്ച് എ റിസ്ക് വിത്ത് ടൈഗേഴ്സ് ടു മേക്ക് എ വണ്ടർഫുൾ ഫിലിം. ഇവിടെ നോക്കണേ. ടു ടേക്ക് വിത്ത് ടൈഗേഴ്സ് ടു മേക്ക് എ വണ്ടർഫുൾ ഫിലിം എന്നാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം റീസൺ ആണ്. വൈ കൊണ്ടാ ചോദ്യം കൊണ്ട് അതറിയാലോ. ഇവിടെ 2 days എന്നാ ഉത്തരം കിട്ടേണ്ടത്. അപ്പൊ ഹൗ ലോങ് കൊണ്ടാ ചോദ്യം നിങ്ങൾക്കറിയാം. ഇവിടെ 20 kilometers away എന്നാണ്. ഹൗ ഫാർ ദൂരമായതുകൊണ്ട് ഹൗ ഫാർ കൊണ്ടാ ചോദ്യം ചോദിക്കേണ്ടത്. വൺസ് ഇൻ 3 months ആകുമ്പോൾ ഫ്രീക്വൻസി ആണ്. അതുകൊണ്ട് ഹൗ ഓഫൻ കൊണ്ടാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്. വാട്ട് കൈൻഡ് എന്ന് പറഞ്ഞാൽ ഏത് സൈസ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വാട്ട് കൈൻഡ് കൊണ്ട് ചോദിച്ചു. ഒന്ന് ശ്രമിച്ചു നോക്കാം. റെഡിയല്ലേ? ഒറ്റയ്ക്ക് എഴുതണം. പോസ് ചെയ്ത് എഴുതിക്കോ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതുമായിട്ട് ഒത്തു നോക്കുക. കറക്റ്റ് ഉത്തരങ്ങൾ അവിടെ ഉണ്ട്. ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ ആൻസേഴ്സ് ഉണ്ട്. റെഡിയല്ലേ? ഇനി നമ്മൾ ടെക്സ്റ്റിലുള്ള അസൈൻമെന്റ് ആണ്. ശ്രദ്ധിക്കണേ. നോക്കണം കേട്ടോ. അസൈൻമെന്റ് ആണ്. ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞുള്ളത്. നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ ഫ്രണ്ട് എന്താ ചോദിക്കുമ്പോൾ അരി പറയാണ് ഐ ലോസ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഷൂസ്. എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചാൽ മതി. അവിടെ ഇതിനൊക്കെ ഒന്നിലേറെ ഓപ്ഷനുകളുണ്ട്. ഒന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് എന്താ ചോദിക്കാൻ പറ്റുക? ശ്രമിച്ചു നോക്ക്. നിങ്ങളൊന്ന് എഴുതി നോക്ക്. ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും. എങ്ങനെ വരിക? വാട്ട് ഹാപ്പൻഡ് അലി എന്ന് മതി. ഫ്രണ്ട് എന്താ ചോദിക്കുമ്പോൾ ഐ ഹാഡ് കെപ്റ്റ് ഇൻ എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വെജിറ്റബിൾ ബോക്സസ് എന്ന ഉത്തരം പറയുന്നത്. അപ്പൊ എന്താ ചോദിക്കുന്നുണ്ടാവുക? നീ എവിടെയാണത് കീപ്പ് ചെയ്തത് എന്നാണ്. ഇൻ എ ഗ്യാപ്പ് ബിറ്റ്വീൻ ഉള്ള ഒരു പ്ലേസ് ആണ്. അതറിയാലോ. നേരത്തെ പറഞ്ഞ മാതിരി പറയുമ്പോൾ എങ്ങനെ വരിക? വേർ ഹാഡ് ഉണ്ട്. ഹാഡ് യു കെപ്റ്റ് ദം എന്ന് ചോദിച്ചാൽ മതി. റെഡിയല്ലേ? എവിടെയാണ് അവൻ നീ സൂക്ഷിച്ചു വെച്ചത്? നോ ഷി ഹാസ് നോ അതർ ഷൂസ്. നോ ഉണ്ടാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയ സ്വർണ്ണ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ എങ്ങനെ വേണ്ടി വരിക? ഹാസ് തലക്ക് കൊണ്ടത് ഹാസ് ഷി അതർ ഷൂസ് എന്നാവാം. പക്ഷെ കൂടുതൽ ബെറ്റർ ഹാസ് ആവുമ്പോൾ നല്ലത് ഡസ് ഷി ഹാവ് അതർ ഷൂസ് എന്ന് ചോദിക്കലാണ്. റെഡിയല്ലേ? ഷി വിൽ ബി ആംഗ്രി എന്നാണ്. ഇപ്പൊ പല രീതി ചോദിക്കാം. അവിടെ സ്വർണ്ണമായിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വിൽ ഷി ബി ആംഗ്രി ഒക്കെ ചോദിക്കാം. പക്ഷെ അതിനേക്കാൾ നല്ലത് ഹൗ വിൽ ഷി റെസ്പോണ്ട്, വാട്ട് വിൽ ബി ഹർ റെസ്പോൺസ് എന്നൊക്കെയാണ് നല്ലത്. റെഡിയല്ലേ? ഇവരെ സജഷൻ വെക്കുകയാണ്. അപ്പൊ ഇതിപ്പം പറയണ്ടാവുക ദാറ്റ്സ് എ ഗുഡ് ഐഡിയ എന്നൊക്കെ പറയാം. എന്നിട്ട് എന്തോ ചോദിക്കുമ്പോൾ അതിൽ ഉത്തരം പറയാണ് ഐ തിങ്ക് ഷീ വിൽ. ഇപ്പൊ ഈ മുഹൂർത്തമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് എങ്ങനെ പറയാം? വിൽ ഷീ എഗ്രി ടു വെയർ ദം എന്നൊക്കെ ചോദിക്കാം. സിറ്റുവേഷനിൽ വെച്ചിട്ട് ചോദിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കണം. ഇതൊക്കെ ഉത്തരവാം. നമ്മൾ എഴുതിയതിനു ശേഷം എഴുതിയതായിട്ട് കമ്പയർ ചെയ്യേണ്ടത്. റെഡിയല്ലേ? ഓക്കെ. നൗ ഇനി അത് നമുക്ക് ചെയ്യേണ്ട വർക്ക് മജീദിനെ ഇന്റർവ്യൂ നടത്താൻ ചോദിക്കാൻ ചോദ്യങ്ങളാണ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പാറ്റേൺ ഓക്കെ അല്ലേ എന്ന് ഉറപ്പുവരുത്തുക. കുറച്ച് സാമ്പിൾ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒത്തു നോക്കാം. റെഡിയല്ലേ? ഓക്കെ. നൗ പിന്നെ ഒരു വർക്ക് കുറച്ച് സെന്റൻസുകൾ പാടത്തുനിന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് അതിലെ
സബ്ജക്റ്റും പ്രെഡിക്കറ്റും മാർക്ക് ചെയ്യാനാണ് 15 സെന്റൻസുകൾ. മക്കൾ ചെയ്യേണ്ടതൊന്നുമില്ല. ആദ്യം നിങ്ങൾ സെന്റൻസ് ഇഷ്ടമുള്ള ചെയ്ത വെർബ് വരെയുള്ളതാണ് സബ്ജക്റ്റ്, വെർബ് കൊണ്ട് തുടങ്ങുന്നതാണ് പ്രെഡിക്കറ്റ്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. റെഡി അല്ലേ? ഇപ്പൊ ഹി സബ്ജക്റ്റ്, ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ് പ്രെഡിക്കറ്റ് ചെയ്താന്ന് ഞാൻ കുറെ നേരം കളയുന്നില്ല. വെർബ് വേറാണ്. ഇവിടെ ഈസാണ് വെർബ്, ഇവിടെ ഇമേജ് ഈസാണ്, ഇവിടെ ഇമേജഡ് ആണ്, ഇവിടെ ഹാഡ് ഫിക്സ്ഡ് ആണ്, ഇവിടെ വാസ് ആണ്, ഫൗണ്ട് ആണ്, ഇവിടെ വാസ് ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ ക്യാൻ ആണ്. ഇവിടെ സംശയം ചില കുട്ടികൾക്ക് ഉണ്ടാവാം, വേറെ അലിയാൻ കോപ്പ ആറില്ല സാറേന്ന്. പക്ഷെ ശ്രദ്ധിക്കുന്നത് ഇത് ഈ റിലേറ്റീവ് ക്ലോസിന്റെ ഭാഗമാണ്, അത് നൗൺ ഫ്രേസിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ പരിഗണിക്കാത്ത. സ്വതന്ത്രമായിട്ട് ആശയമില്ല. അതായത് അലിയും പിന്നെ കോബ്ലറും ഇരിക്കുന്ന എന്നാണ്, ഇരിക്കുന്നു എന്നല്ല സെൻസ്. റെഡി അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പരിഗണിക്കാത്തത്. ഓക്കെ അല്ലേ? പിന്നെ ആർ വെയിറ്റിംഗ് ആണ്, ലീവ്സ് ഇതൊന്നും കുഴപ്പമില്ലല്ലോ. സെഡ് ടു പുട്ട് ഇറ്റ് ഒക്കെ ഓക്കെയാണ്. ഹാവ് ഡിസപ്പിയേർഡ്, ഈസ് ഹേർഡ് ഇതിലൊന്നും കുഴപ്പമില്ലല്ലോ. പിന്നെ ബ്രേക്സ് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തതിന് ശേഷം ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഐ തിങ്ക് you have learned what we have discussed. Thank you for watching. If you haven't subscribed, please subscribe my channel. Thank you.